ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഡോണറ്റ് റെഡിയാക്കിയാലോ? അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ തന്നെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളം ചൂടുള്ള പാലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് കുഴച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബൗളിൽ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് നല്ലപോലെ വീണ്ടും കുഴച്ചെടുക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ നമുക്കിതൊരു 10 മിനിറ്റെങ്കിലും ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും നമ്മുടെ ബൗളിലേക്ക് വെച്ചിട്ട് കുറച്ച് എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 2 മണിക്കൂർ ഇതൊന്ന് മൂടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒന്ന് കുഴച്ച് ചേർത്തെടുക്കാം. ഇത് ഞാനിവിടെ 6 പാർട്ടായിട്ടൊന്ന് തിരിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഓരോന്നായിട്ട് എടുത്ത് നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ആദ്യത്തെ നമ്മളിവിടെ ഇപ്പോൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ എടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് മൂടി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സെൻറ്ററിലായിട്ട് ഹോളിട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതേപോലത്തെ ഒരു നോസിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സെൻറ്ററിൽ ഇതേപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കാം. ഇങ്ങനെ നോസിൽ വെച്ച് ഹോളിട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നോസിലിൻ്റെ അടിഭാഗത്ത് ഞാൻ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. നോസിലില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കുപ്പിയുടെ മൂടി എടുത്താലും മതിയാകും. അപ്പോൾ നമ്മൾ ഏത് മൂടി എടുത്താലും ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് വേണം ഇതേപോലെ ഹോളിട്ട് എടുക്കാനായിട്ട്. ഇനി നമുക്കിത് നേരെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ ഡോണറ്റായിട്ട് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഫുള്ളും നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു വശം നമ്മുടെ ഡോണറ്റിൻ്റെയൊക്കെ കളർ വരുമ്പോഴേക്കും നമുക്കിത് മറിച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡോണറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ ഓരോന്നായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഡോണറ്റ് നല്ല സോഫ്റ്റും നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ചൂടാറി വന്ന ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിലേക്ക് നമുക്ക് ഓരോ ഡോണറ്റായിട്ട് എടുത്ത് ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല യമ്മി ആയിട്ടുള്ള ഡോണറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്പ്രിങ്കിൾസോ അല്ലെങ്കിൽ ചോക്കോ ചിപ്സൊക്കെ വെച്ച് ഇത് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഒന്ന് ചേർത്ത് കൊടുത്തേക്കണേണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ചോക്ലേറ്റ് ഡോണറ്റ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാതെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ.